വരാൻ പറ്റിയില്ല. ഞാനൊരു പിണക്കൊന്നും ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായാലും ഞാൻ വന്നിരിക്കും. ഞാൻ വന്ന് കണ്ടിരിക്കും. പരിപാടികൾ നടക്കട്ടെ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഇടാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മുടെ ചാനലിൽ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി വരികയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും എക്സൈറ്റ്മെന്റ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഗസ്റ്റിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരാൾ ഒരു സർപ്രൈസ് ഒക്കെ ഒരുക്കി ഇരിപ്പുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിന് ആശി എന്താണ് കൊടുക്കാൻ പോണത്? ഞാൻ വരച്ച പടം. ആശി വരച്ചൊരു പടം. അത് നമ്മൾ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ആള് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ആശിക്കുട്ടൻ ഇവിടെ ഗിഫ്റ്റ് ഒക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്, റെഡിയാക്കി ഇരിക്കുവാണ്. അങ്ങനെ തണ്ടേ ഞാൻ പറഞ്ഞ ആ ഒരാള് തണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ക്യാമറയിലുള്ള കുറച്ച് വിഷ്വൽസ് ആണ് ഞാൻ ആദ്യമേ കാണിക്കുന്നത്. ബാക്കി നമുക്ക് വഴിയേ കാണാമേ. വീഡിയോ എടുക്കോ? ഇതിലെടുക്കണ്ടേ? അപ്പോ അപ്പോൾ അതാണ്ട് ഞാൻ പറഞ്ഞ ആളിവിടെ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ആ സമയത്തൊക്കെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നേരെ ആ വണ്ടിയുടെ പുറകിലായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നേരെ വീട്ടിലേക്ക് വരും. ഇത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മീറ്റ് ആയിരുന്നു കേട്ടോ. കാരണം അച്ഛൻ ഇതിനു മുന്നേ ഞങ്ങളോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ വിചാരിച്ചില്ല വരും എന്നുള്ളത്. അങ്ങനെ താണ്ടെ ആളിവിടെ എത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം വേടനാണ്. അപ്പം വീട്ടിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഞാൻ ഓരോ ക്ലിപ്സ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി അകത്തേക്ക് വന്നു. അങ്ങനെ എല്ലാവരോടൊക്കെ സംസാരിച്ചു, പരിചയപ്പെട്ടു. നമ്മൾ ഇതിനു മുന്നേ വീഡിയോ കോൾ വഴി സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഡയറക്റ്റ് നേരിൽ കാണുന്നത് ഇപ്പോഴാണ്. അച്ഛൻ്റെ കമ്പനിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും സംസാരിച്ചിരുന്നു. ഇവിടെ ആശിക്കുട്ടൻ ഞാൻ പറഞ്ഞില്ല ഒരു ഗിഫ്റ്റ് ഒക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണെന്ന്, അത് കൊണ്ടു കൊടുക്കുവാണ്. ആശിക്കുട്ടൻ വരച്ച ഫോട്ടോയാണേ. അതവന് സൈൻ ചെയ്തിട്ട് അവൻ്റെ സ്കൂളിൽ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആശി കൊണ്ട് കാണിച്ച് അങ്ങനെ അവന് സൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു, സംസാരിച്ചു. അങ്ങനെ ആശിക്കുട്ടിന് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം അവൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതിനെ നേരി കാണണമെന്ന്. അവൻ കുറേ വട്ടം ഇതുപോലെ വീഡിയോ കോളിൽ കണ്ടിട്ടുണ്ട്. വീഡിയോ കോളിൽ കണ്ട് അവൻ വരച്ച ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നേരി കാണുമ്പോഴത്തേക്ക് അവന് സൈൻ ചെയ്യിപ്പിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നേ. അങ്ങനെ എന്തായാലും ഇന്ന് അവൻ്റെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. കാരണം കുറേ നാളായിട്ട് ആളിത് ഇങ്ങനെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇതിനു മുന്നേ ആദ്യമായിട്ടും ഇതുപോലൊരു പടം വരച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ട് അവൻ രണ്ടാമതാണ് ഈ ഒരു പടം വരച്ചത്. ആശിക്കുട്ടൻ കുഞ്ഞിൽ തൊട്ടേ വരയ്ക്കായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം വരച്ച് കറക്റ്റായിട്ട് എല്ലാവരുടെയും ഫേസ് വരെ അവൻ വരയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരച്ചു. അങ്ങനെ പിന്നെ അത് എന്തായാലും കൊടുക്കാനും പറ്റി. പല പല ഫോണിനെടുത്ത ഷോട്ടാട്ടോ ഞാനിപ്പോൾ എടുത്ത ഒരു വീഡിയോ ആക്കിയിരിക്കുന്നത്. ഇനി നമ്മളെല്ലാവരും കൂടി ഫുഡ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഫുഡൊക്കെ ഓൾറെഡി നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഫോണിലാണ് വീഡിയോസ് ആയിട്ട് എടുത്തേക്കുന്നത്. ഈ ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ചില പോർഷനിൽ കുറേയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂവേഷൻ ഇല്ലാതെ ഉണ്ട്. അതായത് പല ഫോണിലാണ് നമ്മൾ ഓരോരോ ക്ലിപ്സ് ആയിട്ട് എടുത്തേക്കുന്നത്. അങ്ങനെ അതെല്ലാം കൂടി ആഡ് ചെയ്താണ് നമ്മൾ ഒറ്റ വീഡിയോ ആക്കി എടുത്തേക്കുന്നത് കേട്ടോ. വരാൻ പറ്റിയില്ല. ഞാനൊരു പിണക്കൊന്നും ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായാലും ഞാൻ വന്നിരിക്കും. ഞാൻ വന്ന് കണ്ടിരിക്കും. പരിപാടികൾ നടക്കട്ടെ.
ഞാൻ വീഡിയോ അത് ഫോട്ടോ നീ ഫോട്ടോ ഇല്ലേ അവിടുത്തെ മൂന്നാമത്തെ നോക്കട്ടെ റൈറ്റ് ഹാൻഡർ ആണോ ലെഫ്റ്റ് ഹാൻഡർ ആണോ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ ഇപ്പൊ ഓർത്തഡോക്സ് ആണോ സൗത്ത് ബോയ് ആണോ നിൽക്കണത് സൗത്ത് ബോയ് ആണോ നിൽക്കണത് അതായത് ഇങ്ങനെ നിൽക്കാറ് ഇങ്ങനെയല്ല നിൽക്കാറ് സൗത്ത് ബോയ് ആണോ നീ നിൽക്കാറ് അപ്പൊ നിന്റെ 1 റൈറ്റ് ഹാൻഡ് ആണ് ആണോ അപ്പൊ നീ ഒരു 113 113 ഏതാ കഴിഞ്ഞപ്പോ നിന്റെ 3 നിന്റെ ബുക്ക് വരും ബുക്ക് വരുമ്പോ എന്താ അല്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ എല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ആശിക്കുട്ടൻ്റെ പപ്പയും ആശിക്കുട്ടൻ്റെ ചേട്ടനും കൂടി വന്നിട്ട് അവരാണ് ലാസ്റ്റ് ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആശിക്കുട്ടൻ്റെ ബോക്സിങ് അറിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ ടിപ്സൊക്കെ പറഞ്ഞു എടുത്തിട്ട് അവരെല്ലാവരും ഇറങ്ങാനായിട്ട് പോവാണ്. കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ. രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്കാണ് ഞാൻ പല പല ക്ലിപ്പും ശ്രദ്ധിക്കുന്നത്. കാരണം ഞാൻ നിൽക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ സൂരജൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോകാനായിട്ട് ഇറങ്ങി. സത്യം പറയില്ല, എൻ്റെ ചാനലിനെ സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത്. ഞങ്ങളെല്ലാവരും നേരി കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ വന്നപ്പോഴത്തേക്ക് ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ചേ ഉള്ളെങ്കിലും ഇതൊന്നുമല്ല, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോസ് ഒന്നും ഞാൻ കുറേയൊന്നും എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ. എന്നാലും കുഴപ്പമില്ല, ഓവറോൾ അന്ന് വന്നപ്പോൾ എല്ലാ വിശേഷങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് ആൾ പോയിട്ടുണ്ടായിരുന്നത്. യാത്ര അയക്കാൻ വേണ്ടിയിട്ട് അച്ഛനും ആരെങ്കിലും കൂടെ പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയത്തില്ല കേട്ടോ. കാരണം ഈ ഒരു വീഡിയോക്ക് ഞാൻ എന്താ പ്രത്യേകിച്ച് പറയേണ്ടത്. കാരണം ഒരുപാട് പേര് നേരി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ സ്പെഷ്യൽ വിശേഷങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.